അവൻ പറഞ്ഞു അമ്മ ഇത് മൊത്തം പുഴുവാന്ന് പറഞ്ഞ് അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം ചാടുന്നു പുഴു. എനിക്ക് ഇയാൾ മരിച്ച പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും പറ്റത്തില്ല. അതാണ് കൈയുടെ ഇവിടെ ഇത് വന്നിട്ട് ഇത്രയും ഇങ്ങനെ ആയി വന്നതിന് ശേഷം കൈയുടെ ഈ ഭാഗം പൊട്ടിയില്ലേ, പൊട്ടിയിട്ട് ഇവിടെ ഇത്രയും പെട്ട് നമ്മൾ കുണ്ടളപ്പുഴിനെ കണ്ടിട്ടില്ലേ, വലിയ കുണ്ടളപ്പുഴിൻ്റെ അതുപോലെ. അതിപ്പം ഡോക്ടർ എൻ്റെ അടുത്തൊന്നും തലയിൽ കൈ വെച്ച അമ്മ ഇനി ഞങ്ങൾ എന്തോ ചെയ്യും, കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. ഇപ്പം ഡോക്ടർ വയ്ക്കുന്നത് ഈ വയലിലോ ചെളിയിൽ വെള്ളത്തിൽ നിന്നോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായതായിരിക്കാമെന്ന് അവർ പറയുന്നത്. കൂലിപ്പണിയല്ലേ ചേട്ടൻ എല്ലാ ജോലിക്കും. ഈ സിമെൻറ്റിൻ്റെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോവാതിരുന്നത്. അതിനുശേഷം പിന്നെ ചേട്ടൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു തടിപ്പ് പോലെ നമ്മളിൽ ഈ പുഴുക്കടി വരുമല്ലേ, അതേപോലെ വന്ന് അതങ്ങ് ചൊറിഞ്ഞ് പൊട്ടി. അന്നേരം ഈ 1.5 വർഷം വരെ ചേട്ടൻ ജോലിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമെങ്കിൽ കടയിൽ നിന്ന് ബാൻഡേജൊക്കെ മേടിച്ചൊട്ടിക്കും, വേദനയ്ക്കുള്ള ഗുളിക മേടിച്ചൊഴിക്കും, അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറിയ വിരൽ ഇവിടെ ഉണ്ടായിരുന്നു, ആ വിരലിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ മിരങ്ങായി. പിന്നെ ഞങ്ങളൊരു സർജനെ കൊണ്ടുവന്ന് കാണിച്ച്, മുമ്പ് ഓപ്പറേഷൻ ചെയ്ത് സർജനെ കാണിച്ച്, പിന്നെ ആ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ തന്നപ്പോൾ ഉണങ്ങി വീണ്ടും ചേട്ടൻ ജോലിക്ക് പോയി. 2023 ആയപ്പോഴത്തേക്ക് കൈയുടെ കണ്ട ഇത് ചെയ്ത് ഇത് കണക്കാണ് വരുന്നത്. ഇങ്ങനെ കറുത്ത് വന്നിട്ട് ഈ ഞൊടല് കണ്ട ഇതിങ്ങനെ വന്നിട്ട് ഇതിനകത്തൊരു വെള്ളപ്പാട് പോലെ വന്നിട്ട് പിന്നെ അതങ്ങ് കറുത്തിട്ട് ആ കറുപ്പ് കൊണ്ട് നമ്മൾ തെങ്ങും തടം കോരുന്ന കണക്ക് 4 സൈഡും അങ്ങനെ അങ്ങ് ആയിപ്പോവും. ഇപ്പോൾ ഇത് ഷട്ടറിന് ഇടാൻ പറ്റത്തുണ്ടോ, ഇത് ഷർട്ട് കയറത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഇത് അത് കണക്ക് തന്നെ കൈയൊന്നും അഴിച്ച് കണ്ട ചോദിക്കും കൈയാണെന്ന് ചോദിക്കും. ആ ഒരു പരുവത്തിലായിരിക്കും ആ കൈ. ഇനിയിപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയാലേ പറ്റും. ഒരു രാത്രി ഒരു 2-2:30 മണിയായപ്പോഴേ ഞാനേ കരയുന്ന കണക്ക് എനിക്ക് തോന്നി. ഈ കൈ മൊത്തം നമ്മൾ ഈ ഒരുമാതിരി ചെറുപ്പിട്ടിരിക്കുമല്ലേ, അതേപോലെ ഈ കരയുന്നിട്ട് എന്ത് ചേട്ടാന്ന് പറഞ്ഞ് പിടിച്ച് നോക്കിയപ്പോൾ കയ്യിലാണ് പിടിച്ചത്. അന്നേരം കയ്യിൽ ഒരുമാതിരി അരങ്ങണക്കിരിക്കുന്നു. അപ്പോൾ കൈ വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 2-2:30 മണിയായി. ഈ തരിപ്പോലെ ഇരിക്കുന്ന നമ്മൾ തരിപ്പോലെ ഇരിക്കുകയല്ലേ എങ്കിൽ പോരുന്നു. വെളുപ്പിന് നമുക്ക് പരപര വെട്ടമുള്ളൊരു 4-4:30 മണിയാകുമ്പോൾ വരെ നേരെ വെളിച്ചം വരുമല്ലേ. ആ സമയമാകുമ്പം പിന്നെയും കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ത് വെള്ളം അങ്ങനെ വേണോ എന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കടിഞ്ചായ കിട്ടുകൊണ്ടൊന്ന് കൊടുത്തിട്ട് എന്നിട്ട് എൻ്റെ കയ്യിൽ എന്തോ ഇഴയ നിനക്കൊക്കെ തോന്നുറേ വെപ്രാളം കയറിയിട്ട് വയ്യ നോക്കുക. അങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ പടിയിൽ ഇരുത്തിയിട്ട് നോക്കിയപ്പോൾ കാണാൻ ഈ ഹോള് പോലെ തന്നെ അത് മൊത്തവും പുഴുവായപ്പോൾ ഞാൻ മോള് 4 മണിയാകുമ്പോൾ ഈ ചെറുക്കിന് ചോറ് കൊണ്ടാൻ വേണ്ടി ചോറ് വയ്ക്കും. അങ്ങനെ ഞാൻ അവനെ വിളിച്ച് കാണിച്ചപ്പോൾ അവിടെ മൊബൈലിൽ ടോർച്ചിലടിച്ച് നോക്കിയിട്ട് അവൻ പറഞ്ഞു അമ്മ ഇത് മൊത്തം പുഴുവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തി കാലിൽ വെച്ച ടപ്പിൻ്റെ ഉണ്ടല്ലേ, അത് നമ്മളിൽ കൊച്ചുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഇതുണ്ടല്ലേ, അത് കുത്തി ഇതിനകത്ത് ഒഴിച്ചപ്പോൾ കാണാം അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം ചാടുന്നു. ഈ കൈയുടെ ഇവിടെ ഇത് വന്നിട്ട് ഇത്രയും ഇങ്ങനെ ആയി വന്നതിന് ശേഷം കൈയുടെ ഈ ഭാഗം പൊട്ടിയില്ലേ, പൊട്ടിയിട്ട് ഇവിടെ ഇത്രയും പെട്ട് നമ്മൾ കുണ്ടളപ്പുഴിനെ കണ്ടിട്ടില്ലേ, വലിയ കുണ്ടളപ്പുഴിൻ്റെ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കണക്കത്തെ ഒരു അടയാളം പോലെ അങ്ങ് വന്നു, ഇവിടെയും വന്നു. അപ്പോൾ ഞാൻ കമ്പനി പോകാനായിട്ട് രാവിലെ ഒരുങ്ങി നിൽക്കും. അപ്പോൾ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തത് കൈ വേദനയുണ്ടോ എവിടെ സഹിക്കാൻ വേണമെന്ന് പറഞ്ഞു. നമ്മൾ നിന്ന് കൈ നോക്കട്ടെ പറഞ്ഞ് പിടിച്ച് നോക്കിയപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു. എന്നാൽ ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്യണം. മരുന്ന് അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മറുമരുന്ന് അവർ നോക്കുമല്ലോ, അങ്ങനെ കണ്ടുപിടിക്കണം. പക്ഷേ ഈ മാംസം ഇങ്ങനെ മഞ്ഞ നിറത്തിലും കറുത്ത ആയിട്ട് വന്ന് കട്ടിയായി വന്ന് ഇങ്ങനെ കുറച്ച് അടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ സുഖമാവുന്നില്ല. ഇത്രയും വർഷങ്ങളായിട്ട് സുഖമാവുന്നില്ല. തീപ്പൊള്ളലേറ്റ കണക്ക് വെന്ത് പോവുക. അത് അത്രയ്ക്ക് ശക്തിയുള്ള എന്തെങ്കിലും അണുബാധ ആയിരിക്കുമല്ലോ എപ്പോഴും ഇതിനകത്തുള്ളത്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ 11 ബയോപ്സി എടുത്ത് മൈക്രോബയോളജിയിലൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് എന്നിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ മാംസങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്ന ഒന്നിനും കാണുന്നില്ല. മരുന്ന് മറ്റൊരു ഇതൊക്കെ ഒഴിച്ച് കഴുകുന്നു, മരുന്ന് വെച്ച് കെട്ടുന്നു, പിന്നെയും വെച്ച് കെട്ടി. ഇത് അകത്തിരുന്നില്ല, കുഞ്ഞിരിക്കും. അത്രയും വേദന തിന്നു. അതാണ് ഞാൻ പറയും ഈ മനുഷ്യനെ കണക്ക് വേദന തിന്നുന്ന ആരുമില്ല. ഇത്രയും വേദന തിന്നു. അവസാനം ഞാൻ അവിടെ ചെന്ന് ഇംഗ്ലീഷ് ഡോക്ടറെ കണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അവരെ എടുത്തപ്പോഴേ ഇല്ല പഴുത്ത മാങ്ങ പൂളൊന്നും പുഴു നിറച്ച് ഇരിക്കുന്നുണ്ട്. അതേപോലെ ചേട്ടനവിടെ കിടത്തിട്ട് എൻ്റെ അടുത്ത് നമ്മൾ പേടിക്കലും എന്ത് വന്നാലും അമ്മ അങ്ങ് സഹിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കൈ പിടിക്കാൻ പറയും. വേറെ 2 ഡോക്ടർമാർ പഠിക്കുന്ന ഒരു കാണുമല്ലോ കൂടെ, ഈ ഡോക്ടറും മെയിൻ ഡോക്ടറും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് വെച്ച് ഇങ്ങനെ കൈ എൻ്റെ അടുത്തോട്ട് ഇതിങ്ങനെ നമുക്ക് പിടിച്ചൊക്കെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇത്രയായിട്ട് ഇങ്ങനെ വിഷയം പിടിച്ച സംഭവമുണ്ട്, അത് വെച്ച് ഇങ്ങനെ കുരത്തിട്ട് ഇങ്ങനെ പയ്യെ പിടിച്ച്. എൻ്റെ കൈ നിന്നില്ല ചേട്ടൻ. എന്ന് വെച്ചാൽ ഇഞ്ചക്ഷനൊക്കെ അവരെടുത്ത് വലത്തെ കയ്യിൽ ഒരു ട്രിപ്പൊക്കെ ഇട്ട് ട്രിപ്പ് സ്റ്റാൻഡൊക്കെ തട്ടിക്കളഞ്ഞ് മൊത്തം എടുത്തിട്ട് അവരൊരു ഇത് തന്നായിരുന്നു, കാലിയിടാൻ പറ്റും റബ്ബർ ഷീറ്റ് തരുമല്ലേ, അത് അടിയിലിട്ടിട്ട് അവർ ചെയ്തത്. അതെടുത്ത് നമ്മളല്ലേ കൊണ്ട് കളയുന്നത്. ഞാൻ പിന്നെ തിരിച്ചെടുത്തില്ല, അത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ മൊത്തം നോക്കിയപ്പോൾ ഉണ്ടല്ലോ ആ കവറൂടെ ചെറുക്കം വലിച്ചിട്ട് പുഴു മൊത്തം
ഇന്നലെ പിന്നെ ഞാൻ കൗൺസിലറൊക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് തുണി മേടിക്കാൻ പൈസ ഇല്ലെന്ന്. അങ്ങനെ ഇന്നലെ 1500 രൂപ ഗൂഗിൾ പേ ഇട്ട്. ഇപ്പോഴും ഞാൻ എപ്പോഴും പറയാം, ഞാൻ ഇരിക്കവേ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. എപ്പോഴും എൻ്റെ മരുമക്കളും പറയും അമ്മ നോക്കുന്ന കാര്യം നോക്കിയല്ല. ഈ ആട്ടോ സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഇളയ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളും LICക്ക് കൊടുത്തതൊക്കെ ചെന്ന് ലോണായിട്ട് അവൻ വാങ്ങിച്ചിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് ചേട്ടൻ ചെയ്തത്. അങ്ങനെയൊന്നും ഒരു മരുമക്കളും ചെയ്യത്തില്ല. അത് ഞാൻ പറഞ്ഞ അവരെ പോലെ ആരും പറ്റത്തില്ല. ഈ കാലിൻ്റെ ഈ വശത്താണെന്നുണ്ടെങ്കിൽ ഒരു ഈച്ച കയറിയതാന്ന് പറഞ്ഞ് ഇത്രയും ഭാഗം നമ്മൾ കട്ട്റൂമിൻ്റെ ഹോളിൽ നിന്ന് വരുന്ന കണക്ക് പുഴു ഇറങ്ങി വന്നു. അത് എത്രയും മറ്റേ മോൻ ഇച്ചിരി മുന്തിരി വാങ്ങിച്ച് വെച്ചെന്തോ മഞ്ഞപ്പൊടിയും വേപ്പിലയൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി ബക്കറ്റിനകത്ത് ഇറക്കി വെച്ചിട്ട് കാലിൽ ഒഴിച്ച് ഞാൻ ഓടിക്കളഞ്ഞത് കണ്ടു പേടിച്ച്. അവൻ പിന്നെ അതെല്ലാം വൃത്തിയാക്കി വന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കാണ് ഈ തള്ളവിരൽ, പക്ഷേ തള്ളവിരൽ ഇതുവരെ സുഖമായില്ല. ആ തള്ളവിരലിനകത്ത് പുഴു വന്നു. പിന്നെ അവരെന്തോ ഒരു മെഷീൻ വെച്ച് ഇങ്ങനെ അങ്ങ് കോറി അങ്ങ് എടുത്ത് മൊത്തത്തിൽ 675 രൂപ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ ആൻറ്റി മരുന്ന്. അപ്പോൾ സർജറി ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അഡ്മിറ്റ് ആവാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഡോക്ടർ ഇതണക്ക് പൈസ എൻ്റെ കയ്യിലില്ല, അഡ്മിറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 10-350 രൂപ നമുക്ക് ചിലവാകും. ഈ കയ്യിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കക്കറ വെള്ളക്കറയല്ല, ആ മഞ്ഞ ഉണ്ടല്ലോ പൂഞ്ഞ് പോലെ ഇരിക്കുന്ന അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ മാംസം അത് വന്നിട്ട് കളറായിട്ട് അതേ കണ്ടിച്ചെടുക്കണം. അല്ലാതെ അത് വരുത്തുമില്ല. പിന്നെ അത് ഇരുന്നിരുന്നിട്ട് ഈ പുഴുവായി പോകും. ഇപ്പോൾ അവർ ഇൻഫെക്ഷൻ ഡിസീസുകളോട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ ഡോക്ടർക്ക് കൊടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൈസ ഇല്ല കിടത്താൻ, എനിക്കൊരു 15 ദിവസത്തേക്ക് മരുന്ന് തരാൻ പറഞ്ഞു. ഇതിപ്പോൾ അവിടെ വരെ ഇതിപ്പോൾ ഈ പാദത്തിലെന്ന് പറഞ്ഞാൽ ഈ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ബാത്റൂമിലൊന്നും പോകാൻ പറ്റുകയല്ല. കക്കൂസിൽ പിടിച്ചോണ്ട് കൊണ്ടുപോകുന്നതല്ല, പറ്റത്തില്ല. ഈ വിനാഗിരി വാങ്ങിച്ചിട്ട് ഇതിൽ 1:4 എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റേ ഇന്നസെൻ്റ് പലതുണ്ടല്ലോ ഇതിപ്പോൾ ഇന്നലെ പൈസ എല്ലാം നിന്ന് തക്കാലത്തേക്ക് ഒരെണ്ണം ചെറുത് ഇടിച്ച് അതിൻ്റെ അതിനകത്ത് NS4 ഇതിൻ്റെത് ഒരടപ്പ് ഒഴിച്ചിട്ട് ഈ മഞ്ഞക്കകത്ത് വെക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ 11 പ്രാവശ്യം ബയോപ്സി എടുത്ത് മൈക്രോബയോളജി ടെസ്റ്റ് ചെയ്ത് പിന്നെ വൈറോളജി ലാബിൽ അവിടെ നിന്ന് സർജൻ നമുക്ക് പൂനെയിൽ വൈറോളജി ലാബിലേക്ക് അവിടെ വിട്ടപ്പോഴെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു നെഗറ്റീവാണ്. എന്താണെന്ന് അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഇതിപ്പോൾ ഇതിലായിട്ട് നീരെന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നീരായി. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴ പോലെ ഇരിപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ. നമ്മൾ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അനങ്ങും. അത് അങ്ങനെ ഇരിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ മിക്കവാറും ഒരു ഇവിടെ വെച്ച് എടുക്കേണ്ടി വരും. അതൊരു കണ്ടീഷൻ. ഇതിങ്ങനെ വരുന്നത് കണ്ട, ഇങ്ങനെ വന്നാണ് ഇത് വലുതാണ്. ഇപ്പോൾ അവർ പറഞ്ഞ കണക്ക് കയ്യിൽ കൂടി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചേട്ടൻ്റെ കൈയുടെ ഈ ഭാഗം മൊത്തം അങ്ങ് നമ്മുടെ ഈ അടി കൊണ്ട് നീര് വന്ന് ചുമന്ന് കിടക്കുമല്ലോ, അതേപോലെ അങ്ങ് നീര് വെച്ച് ചുമന്ന് വന്നു. പക്ഷേ ഈ ചുമന്ന് വന്നതിന് ശേഷം ഈ ഇങ്ങനെ വന്നതും ഇവിടെ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഞാനങ്ങ് എടുത്ത് കളഞ്ഞ് എന്തായാലും അത് ഉണങ്ങി വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ ഈ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള ഡെയിലി മരുന്നും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഞാനൊന്ന് കരഞ്ഞ് പറഞ്ഞു പോയാൽ ചേട്ടൻ തീർന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു ബലത്തിൽ എപ്പോഴും പറയും നീ പോയാൽ ഞാൻ അപ്പോഴേ ആത്മഹത്യ കാര്യം. പിന്നെ ആരെ നോക്കും? മക്കൾ ഈ പറഞ്ഞ മരുമക്കൾ അവർ നോക്കുന്നുണ്ട് മക്കളെ നമ്മൾ. അപ്പോൾ അവർ പറഞ്ഞ ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കയ്യും കാലും മുറിക്കേണ്ടി വരും. പിന്നെ ഇത് ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇത് പിന്നെ എനിക്ക് കൂടി ഇത് ചെയ്യാൻ പറ്റാതുള്ള അവസ്ഥയായിപ്പോൾ. അപ്പം ഞാൻ എന്ത് പറയാൻ പറ്റും? എനിക്കിപ്പോൾ 38 വർഷമായി ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചിട്ട്. എനിക്ക് ഇയാൾ മരിച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും പറ്റത്തില്ല. അതാണ് ഞാൻ ഇത് മുഴുത്തു പോയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചെന്ന് ഒരു നേരമെങ്കിലും വേണം ചെയ്ത് എനിക്ക് തന്ന മനുഷ്യനാണ്. എനിക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറ്റാത്ത അവസ്ഥയിലിരിക്കുമോ ഞാൻ? ആയുർവേദം ചെയ്തിട്ടുണ്ട്, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ട്, മരുന്ന് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കൊണ്ടുപോകാൻ അവസാനം മെഡിക്കൽ കോളേജിൽ എത്തുമല്ലേ, ആ രീതിയിൽ ഇപ്പോൾ എത്തി നിൽക്കുക. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല.